ചേട്ടാ ഞാൻ പീരീഡ്സായി. ഇവിടെ എങ്ങനെയാണ് മാറിയൊക്കെ നിക്കണോ? അയ്യോ എനിക്കറിഞ്ഞൂടാ കാര്യങ്ങളൊക്കെ. അല്ല നിന്റെ വീട്ടിലെങ്ങനെയും? എന്റെ വീട്ടിലാണെങ്കിൽ മാറി നിക്കണം ചേട്ടാ. ഈ ഡ്രസ്സിൽ നിന്നും തൊടാൻ പാടില്ല, മുമ്പശത്ത് പോകാൻ പാടില്ല, കിടക്കണമെങ്കിൽ തന്നെ താഴത്തെ കിടക്കാൻ പാടുള്ളൂ എന്നാണ് അമ്മ പറയണത്. ഇവിടെ എങ്ങനെയാണ് എനിക്കറിയില്ലല്ലോ. ഇതിപ്പോ ഞാനെന്ത് പറയാനാണ്? നീ ഒരു കാര്യം ചെയ്യ്, അമ്മനോട് ചോദിക്കേ. എന്നിട്ട് എന്താന്ന് വെച്ചാ അതിനിടയ്ക്ക് ചെയ്യ്. ഞാൻ അമ്മേനോട് ചോദിക്കാം. ആ ശരി. അമ്മേ എന്താണ് മോളെ? അമ്മേ ഞാൻ പീരീഡ്സായി. ഇവിടെ എങ്ങനെയാണ് ഞാൻ മാറി നിക്കണോ? പീരീഡ്സ് ആയി മോളെന്തിനാണ് മാറിയിരിക്കണത്? അല്ല അമ്മേ, എന്റെ വീട്ടിൽ മാറി നിക്കണേ. കൂട്ടിത്തൊടാനൊന്നും പാടില്ല, പിന്നെ അടുക്കളയിലൊന്നും കേറാൻ പാടില്ലേ, അതാണ് ഞാൻ ചോദിച്ചത്. എന്റെ പൊന്നു മോളെ, ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. എന്റെ മോള് ഒരുത്തിണ്ടായിരുന്നു, അവളൊന്നും ഇതേപോലെ പീരീഡ്സ് ആവുന്നു. അവള് പക്ഷെ ഇവിടെയൊക്കെ ഓടി നടക്കുമായിരുന്നു. അമ്മ അതിന് ഒന്നും പറയാറില്ല. അമ്മക്കറിയാം ഈ പീരീഡ്സ് ആവണത് എന്തിനാണെന്ന്. പണ്ടത്തെ ആൾക്കാരാണ് ഇത് അശുദ്ധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയേക്കണത്. പക്ഷെ ദേ അമ്മയുടെ കണ്ണില് ഇത് അശുദ്ധി ഒന്നും അല്ല കേട്ടാ. പെണ്ണുങ്ങൾക്ക് കിട്ടിയേക്കണ ഒരു ഭാഗ്യമാണ്, ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കിട്ടിയേക്കണ ഒരു ഭാഗ്യം. അതുകൊണ്ട് ഇവിടെ മാറി നിക്കേ ഒന്നും വേണ്ട. അതുകൊണ്ട് എല്ലാ ദിവസവും എങ്ങനെയാണോ അതുപോലെ തന്നെ മോള് ഇവിടെ നിന്നോട്ടാ. പിന്നെ വയറുവേദന വല്ലതും ഉണ്ടെങ്കിൽ മോള് പോയി കിടന്നോ. അമ്മ ചൂട് ചായ ഉണ്ടാക്കി കൊണ്ടുവന്ന് തരാം. എന്നാ ശരി, മോള് പോയി റെസ്റ്റ് എടുത്തോ. ശരി അമ്മ.